So hi friends, welcome back to Chinu's Online Learning. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫിയിലെ 3rd ചാപ്റ്ററായ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ലെസൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം വാച്ച് ചെയ്യണം, അതേപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ ബാക്കിയുള്ള 2 കൺസെപ്റ്റുകളായ NNPയും പെർ ക്യാപിറ്റ ഇൻകവും പിന്നെ how to calculate the national income, the 3 methods to calculate the national income such as product method, income method and expenditure method ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് NNP. If you purchase a computer and sell it the next year, will you get the same amount that you spent while purchasing it? വൈ? ഇപ്പം നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങി, നിങ്ങളത് അടുത്ത വർഷം തന്നെ ഒരാൾക്ക് വിറ്റു. നിങ്ങൾ ഏത് രൂപയ്ക്കാണോ വാങ്ങിയത് ആ രൂപ തന്നെ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ കിട്ടുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ലഭിക്കാത്തത്? സിമിലർലി വിത്ത് ടൈം മെഷീനറി ആൻഡ് അതർ തിങ്സ് സഫർ ഫ്രം വിയർ ആൻഡ് ടിയർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ നമുക്ക് നല്ല പുതുപുത്തൻ കമ്പ്യൂട്ടറായിട്ടാണ് കിട്ടുന്നത്. നമ്മളത് ഒരു വർഷം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ എന്താണ്, അതിനെന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വില കുറച്ചിട്ട് വേണം, അതിൻ്റെയൊക്കെ ഒരു റെമഡി എന്ന രീതിയിലാണ് അതിൻ്റെയൊക്കെ വില കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ വിൽക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വാങ്ങി അതേ വിലയ്ക്ക് തന്നെ നമ്മളിത് വിറ്റാൽ നമുക്ക് കിട്ടില്ല, കുറയും അതിൽ നിന്ന്. അപ്പം മനസ്സിലായല്ലോ. ദ കോസ്റ്റ് ഇൻക്വയർഡ് ടു റെമഡി ദിസ് വെയർ ആൻഡ് ടിയർ ഈസ് ടേംഡ് ആസ് ഡിപ്രീസിയേഷൻ ചാർജ്. അതിനെ പറയുന്നതാണ് ഡിപ്രീസിയേഷൻ ചാർജ്. ഇത് നമ്മൾ അതിന് വേണ്ടി, ആ ഒരു റെമഡിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാശ് നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. The depreciation charges are taken into consideration while calculating the national income. National income calculate ചെയ്യുമ്പോൾ നമ്മൾ ഈ ചാർജ് കൂട്ടുന്നതായിരിക്കും. When we deduct the depreciation charge from the gross national product, we get the net national product. Technically, the net national product is considered as നാഷണൽ ഇൻകം. അതായത് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ചാർജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിനെ നമുക്ക് നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. ഇനി അടുത്ത കൺസെപ്റ്റാണ് പെർ ക്യാപിറ്റ ഇൻകം. When we divide the national income by population, we get per capita income. It helps to know the economic position of a country and to compare it with other countries. അതായത് നമ്മൾ ഈ നാഷണൽ ഇൻകത്തിനെ പോപ്പുലേഷൻ വഴി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് പൊസിഷൻ എത്രയാണെന്നും ഇത് മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എന്താ ഈ പെർ ക്യാപിറ്റ ഇൻകം? അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ. ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം? എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? The economic condition of a country is calculated on the basis of national income. നാഷണൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫോർ ഇക്കണോമിക് പ്രോസ്പെരിറ്റി. നമ്മുടെ രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ദ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ലൈക്ക് ലേബർ, land, capital and organization also increases. The increase in rewards such as rent, wages, interest and profit results in increased consumption and investment. അതായത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? the rewards of ഫാക്ടേഴ്സുകളുടെ ഈ റിവാർഡുകൾ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ കൂടും. അതേപോലെ റിവാർഡുകളും കൂടും. റിവാർഡുകളുടെ ഫാക്ടേഴ്സ് ഉണ്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ഇവരുടെ റിവാർഡ്, ഇതിൻ്റെ ഒക്കെ റിവാർഡ്, ലാൻഡിൻ്റെ റിവാർഡായ റെൻറ്റ്, ലേബറിൻ്റെ റിവാർഡായ വേജ്, ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ്, ഇതെന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന രൂപയും കൂടും. ഇതെന്ത് കൂട്ടും? കൺസപ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടും. അതായത് വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടും, ഇൻകം കൂടും. ഇൻകം കൂടി കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന റുപ്പീസും കൂടും. സോ ദ പ്രൊഡക്ഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഇൻ്റർ റിലേറ്റഡ്. പ്രൊഡക്ഷനും ഇൻകവും എക്സ്പെൻഡിച്ചറും ഒരുമിച്ച് കിടക്കുന്നതാണ്. ഇത് മൂന്നും ഇൻ്റർ റിലേറ്റഡ് ആണ്.
There are 3 methods for estimating national income. നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ 3 മെത്തേഡാണുള്ളത്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. We can learn them in detail. Okay. സോ നമ്മുടെ നാഷണൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ആദ്യത്തെ മെത്തേഡാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷനും ഇൻകവും എക്സ്പെൻഡിച്ചറൊക്കെ അങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കേണ്ടതാണ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആകും, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണ്? പ്രൊഡക്റ്റ് മെത്തേഡ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ പറ്റുക? Under the product method, the national income is calculated by adding up the money value of goods and services produced by the primary, secondary and tertiary sectors. ഈ 3 സെക്ടർ നമുക്കറിയാം: അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഈ 3 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മണി വാല്യൂ, ഇതിൻ്റെ കാശ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ assessing the contribution of each of the sectors towards the national income. ഇതുകൊണ്ടുള്ള വേറെ ഉപയോഗം എന്ന് വെച്ചാൽ ഓരോ സെക്ടറിൽ നിന്നും നമുക്ക് എത്ര രൂപയാണ് വരുമാനമായിട്ട് ഇൻകമായിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു അനലൈസ് വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ദ മോസ്റ്റ് ടു നാഷണൽ ഇൻകം. ഏത് സെക്ടറാണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഇൻകത്തിന് തരുന്നത്, കുറവ് തരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇൻകം മെത്തേഡ്, you know that income is the reward received for the factors of production. പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതൊക്കെ നമ്മൾ ചെയ്യണേന് നമുക്ക് എന്ത് കിട്ടും? കാശ് കിട്ടും. അപ്പോൾ നമ്മളൊരു ലാൻഡ് നമ്മളൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റെൻറ്റ്, അതായത് മണി നമുക്ക് റെൻ്റായിട്ട് കിട്ടും. ഈ റെൻ്റ് നമുക്ക് മണിയായിട്ട് കിട്ടുമല്ലോ. അതാണ് ഇവിടെ പറയണത്. ഇൻകം എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒക്കെ റിവാർഡാണ്. അതായത് ഈ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. In income method, national income is calculated based on rent, wage, interest and profit, which are the rewards for factors of production. Factors of productionൻ്റെ റിവാർഡുകളായ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം മെത്തേഡിൽ നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് helpful in analyzing the contribution of each factor of production to the national income. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെ ഈ നാഷണൽ ഇൻകത്തിന് എത്ര ആണ് വരുമാനം തരുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മെത്തേഡ് ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. The expenditure method is used to estimate the national income by calculating the expenditure incurred by individuals, firms and government in a particular year. ഒരു വർഷത്തിലെ ഓരോ വ്യക്തിയും ഇതുപോലെ വലിയ വലിയ കമ്പനീസും, ഇന്ത്യൻ ഫേംസ്, കമ്പനീസ്, അതേപോലെ ഗവൺമെൻറ്റൊക്കെ എത്ര രൂപയാണ് അവർക്ക് വരുമാനം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും, നമ്മൾ കൂടുതൽ ചിലവാക്കില്ല. അപ്പം എത്രയാണ് ഇവർ ഓരോരുത്തരും, ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഗവൺമെൻറ് ഒരു വർഷത്തിലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും എത്രയാണോ നമ്മൾ ചിലവാക്കുന്നത്, ആ ചിലവാക്കിയ രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ നാഷണൽ ഇൻകം, അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. ഇൻ എക്കണോമിക്സ്, ജസ്റ്റ് ലൈക്ക് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ എക്കണോമിക്സിലെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്, ഒരു ചിലവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കും ചെയ്യും. ദ summation of consumption expenditure, investment expenditure and government expenditure gives the total expenditure. അതായത് നമ്മുടെ കൺസപ്ഷൻ, അതായത് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്, അതിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ. നമ്മളിപ്പോൾ ഓരോ സാധനം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സിനിമ പിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കും അതിൻ്റെ ചിലവുകളൊക്കെ ഏറ്റെടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ ചിലവാക്കേണ്ട എക്സ്പെൻഡിച്ചർ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും ഒരു രാജ്യത്തിൻ്റെ. Estimation of national income using any of the above 3 methods will give the same result. നമ്മൾ ഈ 3 മെത്തേഡ്സിൽ, അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാം. ഇതിലേത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇൻകം മെത്തേഡിലും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. എങ്ങനെ ചെയ്താലും നമുക്ക് നാഷണൽ ഇൻകം, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഏത് കൺട്രിയുടെ ആണോ അത് നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഇവിടം വരെയാണ് എടുക്കുന്നത്. അടുത്തത് നമ്മൾ പാർട്ട് 3 നമ്മൾ ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ, സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം, പിന്നെ നോളേജ് സെക്ടർ. എന്നീ 3 ടോപ്പിക്കുകളാണ് എടുക്കാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിനുശേഷം നമ്മൾ നമ്മുടെ പുതിയ ലെസനായ ലെസൺ 4 ബൈ ദ ഹാൻഡ്സ് ഓഫ് നേച്ചർ എടുക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.